إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ഏറെ ആദരണീയരായ വിശ്വാസിനികളെ, നാം ഏവരെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ നിങ്ങളേവരെയും ഉണർത്തുകയാണ്. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായ ദുൽഹജ്ജയുടെ പുണ്യകരമായ ദിനരാത്രങ്ങളിലൂടെയാണല്ലോ നമ്മൾ കടന്നു പോകുന്നത്. ദുൽഹിജ്ജ മാസത്തിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരുപാട് പ്രത്യേകതകളുള്ള അറഫ ദിവസത്തിന്റെ മഹത്വങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഖുതുബയിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായി നമ്മൾ അറിയേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ 4 മാസങ്ങളിലെ ഒരു ദിവസമാണ് അറഫ ദിവസം എന്നുള്ളതാണ്. ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹാ 4 ഹുറുമുൻ.
ആകാശഭൂമികളെ സൃഷ്ടിച്ചത് മുതൽ അള്ളാഹുവിന്റെ അടുക്കലുള്ള രേഖയിൽ മാസങ്ങളുടെ എണ്ണം 12 എണ്ണമാകുന്നു. അതിൽ 4 എണ്ണം പവിത്രമാകുന്നു എന്ന് അല്ലാഹു തആല സൂറത്തു തൗബയിലെ ആയത്തിലൂടെ നമ്മെ അറിയിക്കുന്നുണ്ട്. ആ പവിത്രമായ 4 മാസങ്ങൾ ഏതൊക്കെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ അറിയിച്ചിട്ടുണ്ട്. ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, റജബ് എന്നിവയാണ് ആ മാസങ്ങൾ എന്ന് പറയുന്നത്. ആ മാസങ്ങളിലെ ദുൽഹിജ്ജയിലെ 9ാമത്തെ ദിവസമാണ് അറഫ എന്നതുകൊണ്ട് തന്നെ ഈ മാസത്തിന്റെ പവിത്രത അറഫ ദിവസത്തിനും ലഭിക്കുമെന്നുള്ളതാണ്. രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹജ്ജിന്റെ ദിവസങ്ങളിലെ ഒരു ദിവസമാണ് അറഫ എന്നുള്ളതാണ്. അല്ലാഹു പറഞ്ഞു, അൽ ഹജ്ജു അശ്ഹുറും മഅലൂമാത്ത്. ഹജ്ജ് അറിയപ്പെട്ട മാസങ്ങളിലാകുന്നു. സൂറത്തുൽ ബഖറയിലെ 197ാമത്തെ ആയത്താണ്. ഹജ്ജിന്റെ മാസങ്ങളിലെ അല്ലെങ്കിൽ ദിവസങ്ങളിലെ ഒരു ദിവസമാണ് അറഫ ദിവസം എന്ന് പറയുന്നത്. മാത്രവുമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വയദ്കുറു ഇസ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാത്ത്. അറിയപ്പെട്ട ദിവസങ്ങളിൽ നിങ്ങൾ അല്ലാഹുവിന്റെ നാമം പ്രകീർത്തിക്കുകയും ചെയ്യുക. അറിയപ്പെട്ട ദിവസങ്ങളിൽ നിങ്ങൾ അല്ലാഹുവിന്റെ നാമം പ്രകീർത്തിക്കുകയും ചെയ്യുക. സൂറത്തുൽ ഹജ്ജിന്റെ 28ാമത്തെ ആയത്താണ്. ഈ അറിയപ്പെട്ട ദിവസങ്ങൾ ഏതാണ് എന്ന് മഹാനായ സ്വഹാബി, ഖുർആനും വ്യാഖ്യാതാക്കളുടെ തലവനായ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അൽ അയ്യാമുൽ മഅലൂമാത്ത് എന്ന് പറഞ്ഞാൽ അശ്റു ദുൽഹിജ്ജ, ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങളാകുന്നു എന്നാണ്. ആ 10 ദിവസങ്ങളിൽ ഒരു ദിവസമാണ് യൗമു അറഫ എന്ന് പറയുന്നത്. വൽ ഫജ്ർ വലയാലിൽ അശ്ർ, 10 രാത്രികൾ തന്നെയാണ് സത്യമെന്ന് അള്ളാഹു സത്യം ചെയ്യുമ്പോ ആ 10 രാത്രികൾ എന്ന് പറയുന്നത്, 10 ദിവസങ്ങൾ എന്ന് പറയുന്നത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നുണ്ട്, ഇന്നഹാ അശ്റു ദുൽഹിജ്ജ, ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങളാകുന്നു. അതിൽ 9ാമത്തെ ദിവസമാണ് യൗമു അറഫ എന്ന് പറയുന്നത്. മാത്രവുമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വസ്സമാഇ ദാത്തിൽ ബുറൂജ് വൽ യൗമിൽ മൗഊദ് വശാഹിദിൻ വമശ്ഹൂദ്. അതിൽ യൗമുൽ മൗഊദ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യൗമുൽ ഖിയാമയാണ്. ഖിയാമത്ത് നാളിനെ തന്നെയാണ് സത്യം. അതുപോലെ തന്നെ വശാഹിദിൻ വമശ്ഹൂദ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, വൽ യൗമുൽ മശ്ഹൂദ് യൗമു അറഫ. സാക്ഷ്യം വഹിക്കപ്പെടുന്ന ദിവസം എന്ന് പറയുന്നത് യൗമു അറഫയെ സംബന്ധിച്ചാണ്. ഷാഹിദ് എന്ന് പറയുന്നത് വശാഹിദു യൗമുൽ ജുമുഅ, സാക്ഷ്യം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, സാക്ഷ്യം വഹിക്കുന്നത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെള്ളിയാഴ്ച ദിവസമാകുന്നു എന്നാണ്. അറഫ ദിവസത്തിന് എന്തുകൊണ്ടാണ് സാക്ഷ്യം വഹിക്കപ്പെടുന്ന ദിവസം എന്ന് പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ മനുഷ്യരെയും നമ്മുടെ പിതാവായ ആദം അലൈഹിസ്സലാമിന്റെ മുതുകിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന സന്ദർഭത്തിൽ നമ്മോടൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ? അന്ന് മനുഷ്യർ മുഴുവനും പറഞ്ഞിട്ടുണ്ട്, ബലാ ഷഹിദിന, അതേ ഞങ്ങൾ ഇതിനെ സാക്ഷികളാകുന്നു എന്ന്. ആ സാക്ഷ്യം അല്ലാഹു സ്വീകരിച്ചത്
അറഫയിൽ വെച്ചാണ് എന്ന് മുസ്നദ് അഹ്മദിലെ 2455 ഹദീസിൽ കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അഖദല്ലാഹുൽ മീസാക മിൻ ളഹരി ആദമ ബിനഅമാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം സന്തതികളിൽ നിന്ന് സാക്ഷ്യം സ്വീകരിച്ച, കരാർ സ്വീകരിച്ച ദിവസം, അല്ലെങ്കിൽ ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് നഅമാൻ എന്ന് പറയുന്ന സ്ഥലമാണ്. യഅനി അറഫ, അറഫയിൽ വെച്ചാണ് അല്ലാഹു ഈ സാക്ഷ്യം സ്വീകരിച്ചത് എന്നതാണ്. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തുകൾ ഓതുന്നുണ്ട്. അഥവാ സൂറത്തു അൽ അറാഫിന്റെ 172-ാമത്തെയും 173-ാമത്തെയും ആയത്തുകൾ ഓതുന്നുണ്ട്. അപ്പൊ യൗമുൽ മഷ്ഹൂദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യൗമു അറഫയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വസ്തുവിനെ പറ്റിയോ ഒരാളെ പറ്റിയോ ഒരു സ്ഥലത്തെ സംബന്ധിച്ചോ സമയത്തെ പറ്റിയോ സാക്ഷ്യം പറയുകയാണെങ്കിൽ, സാക്ഷി പറയുകയാണെങ്കിൽ, അതിനെ വെച്ച് അല്ലാഹു സത്യം ചെയ്യുന്നുവെങ്കിൽ അതിന്റെ ഒക്കെ അർത്ഥം അതിനേറെ മഹത്വമുണ്ട് എന്നുള്ളതാണ്. സൂറത്തുൽ ഫജ്റിൽ കാണാം, വശഫ്ഇ വൽ വത്ർ, ഇരട്ടയും ഒറ്റയും തന്നെയാണ് സത്യം. എന്താ ഇരട്ടയും ഒറ്റയും തന്നെയാണ് സത്യം എന്ന് പറയുന്നത്? ഒരുപാട് വ്യാഖ്യാനം ഇതിനുണ്ട്. അതിലൊരു വ്യാഖ്യാനം കാണാം, അശ്ശഫ്ഉ യൗമുൻ നഹർ. ഇരട്ട എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജ് 10 അഥവാ ബലിയറുക്കുന്ന ദിവസമാണ്. വൽ വത്ർ, ഒറ്റ എന്ന് പറഞ്ഞാൽ യൗമു അറഫ, അറഫ ദിവസമാകുന്നു എന്നാണ്. അപ്പൊ അറഫ ദിവസത്തെ പ്രത്യേകമായി അല്ലാഹു തആല പരിഗണിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഏറ്റവും ശ്രേഷ്ഠമായ മാസമാണ് ദുൽഹിജ്ജ മാസം, അതിലൊരു ദിവസമാണ് എന്ന് മാത്രമല്ല, ഈ ദുൽഹിജ്ജയിലെ പവിത്രമായ ദിവസമാണ് അറഫ എന്ന് മാത്രമല്ല, മറ്റെല്ലാ ദിവസങ്ങളെയും പരിഗണിച്ചാലും ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം യൗമു അറഫയാണ്. അഫ്ദലു അയ്യാമി ദുനിയാ അയ്യാമുൽ അശ്ർ. നമുക്കറിയാം, ദുനിയാവിലെ ദിവസങ്ങളിൽ ഏറ്റവും അഫ്ദലായ ദിവസങ്ങൾ ദുൽഹിജ്ജ മാസത്തിലെ 10 ദിവസങ്ങളാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ പണ്ഡിതന്മാർ അത് വിശദീകരിച്ചു പറയുന്നത്, അതിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം യൗമു അറഫയാണ് പല കാരണങ്ങളാൽ. നമുക്കറിയാം, ലൈലത്തുൽ ഖദ്ർ രാവുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ രാവാണ്. പക്ഷെ ആ ലൈലത്തുൽ ഖദ്ർ അവസാനത്തെ 10-ലെ ഏത് ദിവസമാണ് വരിക എന്ന് നമുക്ക് ഉറപ്പില്ല. എന്നാൽ അറഫ ദിവസം ദുൽഹിജ്ജ 9-നാണ് എന്ന് കൃത്യമായി നമുക്കറിയാം. അപ്പൊ നമുക്ക് കൃത്യമായി ആ ദിവസത്തെ ഉപയോഗപ്പെടുത്താൻ കഴിയണം. മുൻകൂട്ടി അറിയിക്കപ്പെട്ടിട്ട് ആദ്യമേ യൗമു അറഫ ഇന്ന ദിവസമാണെന്ന് നമുക്ക് മനസ്സിലായിട്ട് ആ ദിവസത്തിൽ നമ്മൾ സന്നിഹിതരാവുകയും ചെയ്യുമ്പോ, പ്രിയമുള്ളവരെ, ആ ദിവസം നമ്മൾ ഉപയോഗപ്പെടുത്തുവാൻ ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ഈ ദീൻ അല്ലാഹു പൂർത്തിയാക്കിയത് അറഫ ദിവസത്തെയാണ്. അല്ലാഹു പറഞ്ഞല്ലോ, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്നേ ദിവസം ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. വഅത്മംതു അലൈക്കും നിഅമതി, എന്റെ അനുഗ്രഹം ഞാൻ നിങ്ങൾക്ക് നിറവേറ്റി തന്നിരിക്കുന്നു. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇന്നേ ദിവസം നിങ്ങൾക്ക് ഞാൻ ഇസ്ലാമിനെ മതമായി തൃപ്തിപ്പെടുകയും ചെയ്തിരിക്കുന്നു. സൂറത്തുൽ മാഇദയിലെ 3-ാമത്തെ ആയത്ത്. അതിറങ്ങിയത് അറഫയിൽ വെച്ചിട്ടാണ്. അന്ന റജുലൻ മിനൽ യഹൂദ്, യഹൂദികളിൽപ്പെട്ട ഒരു വ്യക്തി ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, യാ അമീറൽ മുഅ്മിനീൻ, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, ആയത്തും ഫീ കിതാബിക്കും തഖറഊനഹാ ലൗ അലൈനാ മഅശറൽ യഹൂദ് നസലത് ലത്തഖദ്നാ ദാലികൽ യൗമ ഈദാ. നിങ്ങൾക്ക് ഇറങ്ങിയ ആ ആയത്ത്, അഥവാ അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന ആയത്ത് യഹൂദികളായ ഞങ്ങൾക്കാണ് ഇറങ്ങിയിരുന്നതെങ്കിൽ ആ ദിവസത്തെ
യഹൂദ സമുദായം ആഘോഷ ദിവസമാക്കുമായിരുന്നു, ഈദാക്കുമായിരുന്നു എന്നാണ്. അത്രയും മഹത്വമുള്ള, അത്രയും വലിയ വിശ്വാസികൾക്ക് സന്തോഷം ലഭിക്കുന്ന ഒരു കാര്യമാണ് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുന്നത്. ഈ ദീൻ പൂർത്തിയാക്കി, ഇനി ദീനിലേക്ക് ഒന്നും കൂട്ടാനില്ല, ഇനി ഈ ദീനിൽ നിന്ന് യാതൊന്നും കുറക്കാനില്ല. ആ ആയത്തിറങ്ങിയത് എന്നാണെന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഖദ് അറഫ്നാ ദാലിക്കൽ യൗം വൽ മകാന അല്ലദീ നസലത് ഫീഹി അല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ ഖായിമുൻ ബിഅറഫത യൗമ ജുമുഅ. വെള്ളിയാഴ്ച ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറഫയിൽ നിൽക്കുമ്പോഴാണ് ഈ ആയത്തിറങ്ങിയത് എന്നാണ്. സ്വഹീഹുൽ ബുഖാരിയിലെ 45-ാമത്തെ ഹദീസാണ്. അറഫ ദിവസത്തിനും പ്രത്യേകതയുണ്ട്, അറഫ എന്ന സ്ഥലത്തിനും പ്രത്യേകതയുണ്ട്. നമുക്കറിയാം, ഹാജിമാർ അവിടെ അറഫയിൽ നിൽക്കുമ്പോ അവർക്ക് വലിയ പ്രതിഫലമാണ് എന്ന് മാത്രമല്ല, ലോകത്തുള്ള വിശ്വാസികൾക്ക് ദുൽഹിജ്ജ 9 എന്ന ദിവസം അവർക്കും അതിന്റെ ശ്രേഷ്ഠത ലഭിക്കുമെന്ന് പ്രമാണത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഹാജിമാരുടെ അതേ പ്രതിഫലം ലഭിക്കുമെന്നല്ല പറയുന്നത്, മറിച്ച് അവിടെയുള്ള ഹാജിമാർ ദുആ ചെയ്യുമ്പോൾ പ്രത്യേകമായി ഉത്തരം കിട്ടുമെന്ന് മാത്രമല്ല, ലോകത്തുള്ള വിശ്വാസികൾ എവിടെ വെച്ച് പ്രാർത്ഥിക്കുന്നുവെങ്കിലും അറഫ ദിവസത്തെ പ്രാർത്ഥനയാണ് ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന. ഖൈറു ദുആഇ ദുആ യൗമി അറഫ. ഏറ്റവും നല്ല ദുആ, ഏറ്റവും നല്ല പ്രാർത്ഥന അറഫ ദിവസത്തിലെ പ്രാർത്ഥനയാണ്. ചില ഹദീസിലുള്ളത് അഫ്ദലു ദുആ എന്നാണ്. ഏറ്റവും ശ്രേഷ്ഠമായ ദുആ അറഫയിലെ ദുആ ആകുന്നു. ശേഷം നബി പറഞ്ഞു, വഅഫ്ദലു മാ ഖുൽതു അന വൻ നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാൻ പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വാക്ക്, എനിക്ക് മുമ്പുള്ള നബിമാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു എന്നുള്ളതാണ് എന്നാണ്. അഥവാ അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല, അവൻ ഏകനാണ്, അവന് യാതൊരു പങ്കാളിയുമില്ല എന്ന വാക്കാണ് ഏറ്റവും ശ്രേഷ്ഠമായ വാക്ക് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ചില റിപ്പോർട്ടിലുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല, അവന് യാതൊരു പങ്കാളിയുമില്ല, അവൻ ഏകനാണ്, അവനാകുന്നു എല്ലാ ആധിപത്യവുമുള്ളത്, അവനാകുന്നു സർവസ്തുതിയും, അവൻ എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാര് പറയുന്നത്, അറഫ ദിവസം ഈ ദിക്ർ നമ്മൾ വർദ്ധിപ്പിക്കുക. തൗഹീദാണ് അറഫയുടെ സന്ദേശം എന്ന് പറയുന്നത്. എല്ലാവരും അല്ലാഹുവിനോടാണ് പ്രാർത്ഥിക്കുന്നത്. ഹജ്ജുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. അല്ലാഹുവേ, നിന്റെ വിളിക്കിതാ ഞങ്ങൾ ഉത്തരം ചെയ്തു വന്നിരിക്കുന്നു, നിനക്ക് യാതൊരു പങ്കാളിയുമില്ല, എല്ലാ സ്തുതിയും എല്ലാ അനുഗ്രഹങ്ങളും നിനക്കാണ്, എല്ലാം അല്ലാഹുവിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെയുള്ള അല്ലാഹുവിനെ നമ്മൾ സ്തുതിക്കുന്നു. എല്ലാ ആധിപത്യവും നിനക്കാണ്, ലാ ശരീക ലക്, നിനക്ക് യാതൊരു പങ്കാളിയുമില്ലെന്ന തൗഹീദിന്റെ പ്രഖ്യാപനമാണ് പ്രഖ്യാപിക്കുന്നത്. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് വന്ന വിശ്വാസികൾ ഒരേ വസ്ത്രം അണിഞ്ഞ് അല്ലാഹുവിനെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. അല്ലാഹു ഏറ്റവും അധികം ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത് അറഫ ദിവസത്തിലാണ്. മാ മിൻ യൗമിൻ അക്സറ മിൻ അൻ യുഅതികല്ലാഹു ഫീഹി അബ്ദൻ മിനൻ നാരി മിൻ യൗമി അറഫ. അറഫ ദിവസം അല്ലാഹു തന്റെ ദാസന്മാരെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത് പോലെ മറ്റൊരു ദിവസവും മോചിപ്പിക്കുന്നില്ല എന്നാണ് സ്വഹീഹ് മുസ്ലിമിലെ 1348-ാമത്തെ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. മാത്രവുമല്ല,
അറഫയിൽ നിൽക്കുന്ന ആളുകളെ കാണിച്ചു കൊടുത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഹദീസിൽ കാണാം, ഇന്നല്ലാഹ അസ്സ വജല്ല യുബാഹിൽ മലായികത ബി അഹ്ലി അറഫാത്ത്. അറഫയിൽ നിൽക്കുന്ന ആളുകളെ കാണിച്ചു കൊടുത്തുകൊണ്ട് മലക്കുകളോട് അഭിമാനം കൊള്ളും അല്ലാഹു തആല. അവൻ പറയും, ഉൻദുറു ഇലാ ഇബാദി ശുഅസൻ വ ഖുബ്റാ. എന്റെ അടിമകളെ നിങ്ങൾ നോക്കൂ, അവരുടെ മുടികൾ ജടകുത്തിക്കിട്ടുണ്ട്, അവരുടെ വസ്ത്രങ്ങൾ പൊടിപുരണ്ടിട്ടുണ്ട്. അഥവാ അള്ളാഹുവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് പ്രാർത്ഥിക്കുന്ന എന്റെ ദാസന്മാരെ നിങ്ങൾ നോക്കൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പ്രത്യേകമായി പറയുന്ന ദിവസമാണ് യൗമ അറഫ എന്ന് പറയുന്നത്. മാത്രവുമല്ല, ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റുക്നാണ് അറഫയിൽ നിൽക്കൽ എന്നുള്ളത്. നബി പറഞ്ഞു, അൽ ഹജ്ജു അറഫ. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ്. അഥവാ ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റുക്നാണ് അറഫയിൽ നിൽക്കൽ. സുനൻ തിർമിദിയിലെ 889 ഹദീസിൽ ഈ കാര്യം നമുക്ക് കാണാൻ കഴിയും. ഇനി അറഫ ദിവസത്തെ നോമ്പിനെ പറ്റി നബി പറഞ്ഞത്, യുകഫിറുസ് സനതൽ മാളിയത വൽ ബാഖിയത എന്നാണ്. കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ ഒരു വർഷത്തെ പാപങ്ങൾ അതുമൂലം പൊറുക്കപ്പെടും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, വൻപാപങ്ങളിൽ നിന്ന് നമ്മൾ പ്രത്യേകമായി അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങണം. എന്നാൽ കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നത് പറയുമ്പോൾ 2 വർഷത്തെ ചെറുദോഷങ്ങൾ പൊറുക്കപ്പെടാൻ അറഫ ദിവസത്തെ നോമ്പ് കൊണ്ട് സാധിക്കുമെന്നാണ് സഹീഹ് മുസ്ലിമിലെ 1162 ഹദീസ്. അതുകൊണ്ട് അറഫ നോമ്പ് നമ്മൾ കൃത്യമായി നിർവഹിക്കാൻ ശ്രദ്ധിക്കണം. കൃത്യമായി നിർവഹിക്കുക എന്ന് പറഞ്ഞാൽ ഭക്ഷണപാനീയങ്ങൾ മാത്രം ഉപേക്ഷിച്ചുകൊണ്ടുള്ള നോമ്പല്ല, മറിച്ച് അറഫ ദിവസം എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിൽ എന്നാണ് ദുൽഹിജ്ജ 9, ആ ദിവസമാണ് നമ്മുടെ അറഫ നോമ്പ് അനുഷ്ഠിക്കേണ്ടത്. ആ ദിവസം ദിക്റുകളും ദുആകളും ഒക്കെയായി ഒരു സമയം പോലും പാഴാക്കാതെ അതിനു മുമ്പ് തന്നെ അതിനു വേണ്ടി ഒരുങ്ങുക. നമ്മൾ അതിന്റെ ഓരോ സന്ദർഭങ്ങളും കൃത്യമായി നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഏറ്റവും നല്ല ദുആ അറഫ ദിവസത്തെ ദുആ ആണ്. ദുനിയാവിന്റെയും പരലോകത്തിന്റെയും കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി എല്ലാം നമ്മൾ പ്രാർത്ഥിക്കുക. എല്ലാ രൂപത്തിലുള്ള ഖൈറുകൾക്കും തൗഫീഖിനും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. ആ അറഫ ദിവസം നോമ്പോടുകൂടി നമ്മൾ അതിലേക്ക് പ്രവേശിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളേവരെയും ഉണർത്തുകയാണ്. അറഫ ദിവസം കഴിഞ്ഞാൽ പിന്നെ വിശ്വാസികൾക്കുള്ളത് യൗമുൻ നഹ്റാണ്, അഥവാ യൗമുൽ ഈദ്, പെരുന്നാൾ ദിവസമാണ്. നമുക്കറിയാം, ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 എന്ന് പറയുമ്പോൾ പെരുന്നാൾ ദിവസം കൂടി അതിൽ ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ന അഅലമൽ അയ്യാമി ഇൻദല്ലാഹി തബാറക വ തആല യൗമുൻ നഹർ, അല്ലാഹുവിന്റെ അടുക്കൽ വളരെ മഹത്വമുള്ള ദിവസമായിട്ടാണ്, ഏറ്റവും മഹത്വമുള്ള ദിവസമായിട്ടാണ് യൗമുൻ നഹറിനെയും അഥവാ ബലി ദിവസത്തെയും അല്ലാഹു തആല കൃത്യമായ പ്രമാണത്തിന്റെ വെളിച്ചത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമ്മെ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബലികർമ്മം അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങളിലേക്ക് നമുക്ക് മാറ്റിവെക്കൽ അനുവദനീയമാണ്, ഇളവാണ്. എങ്കിൽ പോലും ഏറ്റവും നല്ലത് ബലിപെരുന്നാൾ ദിവസത്തിൽ തന്നെ നിർവഹിക്കുക എന്നുള്ളതാണ്. കാരണം അതാണ് ഏറ്റവും നല്ല പുണ്യമുള്ള ദിവസം എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ഹദീസിൽ കാണാം, സല്ലൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ യൗമ നഹർ,
ബലിപെരുന്നാൾ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കും. സുമ്മ ഖതബ, പിന്നീട് ഖുതുബ നിർവഹിക്കും. സുമ്മ ദബഹ, പിന്നീട് അവിടുന്ന് ബലിയറുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു വിഷയം നമ്മൾ വളരെ കൃത്യമായി കൊണ്ട് മനസ്സിലാക്കണം. സാധാരണ നമ്മൾ പാലിക്കുന്ന പെരുന്നാളിന്റെ മര്യാദകളൊക്കെ കൃത്യമായി പാലിക്കണം. പെരുന്നാൾ ഡ്രസ്സ് ഇസ്ലാമികമായിരിക്കണം, അല്ലാത്ത ഡ്രസ്സും ഇസ്ലാമികമായിരിക്കണം. കുളിച്ച് വൃത്തിയായി പുതുവസ്ത്രം ധരിച്ചാണ് നമ്മൾ ഈദ് മുസല്ലയിലേക്ക് കടന്നു ചെല്ലേണ്ടത്. സാധാരണ നിലയിൽ നമ്മൾ മുസല്ലയിൽ മൈതാനത്താണ് നമുക്ക് സുന്നത്ത്. മഴയുണ്ടാകുമ്പോ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിൽ പഠിപ്പിച്ച കാര്യം തന്നെയാണ് പള്ളി ഇളവ് എന്ന നിലയ്ക്ക് നമുക്ക് സ്വീകരിക്കാമെന്നുള്ളത്. മാക്സിമം ആളുകൾ കുടുംബസമേതം പെരുന്നാൾ മുസല്ലയിൽ എത്തുക എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ എന്ന് പറയുന്നത്. എല്ലാവരും വരണം, എല്ലാവരും അതിന്റെ സന്തോഷത്തിൽ പങ്കാളികളാകണം എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നമ്മെ അറിയിക്കുന്നത്. ആർത്തവകാരികൾ വരെ ആ മുസല്ലയിൽ എത്തട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോൾ എല്ലാവരും അവിടെ എത്തണമെന്നുള്ള സന്ദേശമാണ് അവിടുന്ന് നമ്മെ അറിയിക്കുന്നത്. പിന്നെ പെരുന്നാൾ ആശംസകൾ, കുടുംബബന്ധം പുലർത്തൽ, ഇതൊക്കെ പെരുന്നാളിന്റെ സുന്നത്തായിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മുസല്ലയിലേക്ക് നടന്നു പോകൽ, അതുപോലെ തന്നെ പെരുന്നാളിന്റെ തക്ബീർ ധ്വനികൾ മുഴക്കൽ ഒക്കെ നമുക്ക് കാണാൻ കഴിയും. ഇനി അറവുമായി ബന്ധപ്പെട്ട ചില മര്യാദകൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, കത്തി മൂർച്ച കൂട്ടിയിട്ടാണ് നമ്മൾ അറക്കേണ്ടത്. മൃഗത്തെ അറക്കുന്ന ഒരുവിനെ പ്രയാസപ്പെടുത്തരുത് എന്ന് നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു മൃഗത്തെ കാണിച്ചുകൊണ്ട് ഒരു മൃഗത്തെ അറക്കാൻ പാടില്ല. അവയോട് നമ്മൾ കാരുണ്യം കാണിക്കണം. ആ മൃഗത്തെ ബഹുമാനിക്കുക എന്നുള്ളത്, അറവിന് കൊണ്ടുവന്ന മൃഗത്തെ ബഹുമാനിക്കുക എന്നത് തഖ്വയുടെ ഭാഗമായിട്ടാണ് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഏറ്റവും നല്ല രൂപത്തിൽ നിങ്ങൾ അറുക്കുക എന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അറക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ പറയേണ്ടത് വലിയ പ്രാർത്ഥനകളുണ്ട്. അതിൽ ചുരുങ്ങിയ രൂപത്തിൽ പറയുകയാണെങ്കിൽ ബിസ്മില്ലാ അല്ലാഹു അക്ബർ, ബിസ്മില്ല ചൊല്ലൽ നിർബന്ധമാണ്. അള്ളാന്റെ നാമം ഉച്ചരിച്ചുകൊണ്ടാണ് നമ്മൾ അറക്കേണ്ടത്. സാധാരണ ചില ആളുകളൊക്കെ പെരുന്നാൾക്ക് നമ്മൾ തക്ബീർ നിന്ന പോലെ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ അങ്ങനെ ചൊല്ലാറുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ബിസ്മില്ലാ അല്ലാഹു അക്ബർ, അല്ലാഹുമ്മ മിൻക വ ഇലൈക എന്ന രൂപത്തിലൊക്കെയുള്ള ലക വ മിൻക എന്ന രൂപത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ തക്ബീർ ചൊല്ലി ബിസ്മില്ലാ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് അറുക്കുക എന്നുള്ളതാണ്. ഇനി അതിൽ നിന്ന് നമുക്ക് ഭക്ഷിക്കാം, നമ്മൾ ഭക്ഷിക്കണം. അതുപോലെ തന്നെ പാവപ്പെട്ടവർക്ക് നമ്മളത് ദാനമായി നൽകണം. പാവപ്പെട്ടവർക്ക് നമ്മളത് ദാനമായി നൽകണം. ഇനി പാവപ്പെട്ടവർക്ക് മാത്രമല്ല, പണമുള്ള ആളുകൾക്കും നമുക്ക് അറവിന്റെ ഭക്ഷണം നൽകാം. അവർക്ക് നമ്മൾ നൽകേണ്ട ആവശ്യം അവർക്കുണ്ടല്ലോ എന്ന് വിചാരിക്കരുത്. അവർക്ക് നമ്മൾ ഹദിയയായി നൽകണം. അല്ലെ, നമ്മുടെ കുടുംബത്തില് അവിടെയൊക്കെ അറിവ് നടക്കണ്ടല്ലോ, ഇപ്പൊ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതൊരു ഹദിയയായിട്ടും നൽകാം. കുടുംബബന്ധം ഊട്ടിയുറപ്പിക്കാനും വിശ്വാസികൾക്കിടയിൽ സ്നേഹം വർദ്ധിക്കാനും ഇതൊക്കെ കാരണമായി തീരും. ഇല്ലാത്ത ആളുകളെ നമ്മൾ പ്രത്യേകമായി പരിഗണിക്കണം. തീരെ ഭക്ഷണം ലഭിക്കാത്ത ആളുകളെ കൂടുതൽ നമ്മൾ പരിഗണിക്കണം. നമ്മൾ എത്രത്തോളം കൊടുക്കുന്നുണ്ടോ അത്രത്തോളം നമുക്ക് പ്രതിഫലം കിട്ടും. 1/3 നമ്മൾ കഴിക്കാൻ പാടുള്ളൂ, അങ്ങനൊന്നും നിയമം ഇസ്ലാമിന്റെ പ്രമാണങ്ങളിലില്ല. അല്ലെങ്കിൽ അയ്യാമു തശ്രീക്കിന്റെ അപ്പുറത്തേക്ക് ഇറച്ചി സൂക്ഷിക്കാൻ പാടില്ല, അത് കുറ്റകരമാണ് എന്ന രൂപത്തിലൊന്നും നമുക്ക് പ്രമാണങ്ങളിൽ കാണാൻ കഴിയില്ല. ഫക്കുലൂ മിൻഹാ, നബി അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിക്കുക. അതുപോലെ തന്നെ ആവശ്യക്കാർക്കും പാവപ്പെട്ടവർക്കും ഒക്കെ നമ്മൾ അത് നൽകുക. ഇനി ആ മുസ്ലിങ്ങളായവർക്ക് നൽകാൻ പറ്റുമോ? പറ്റും. നമ്മുടെ അയൽവാസികളായ മുസ്ലിങ്ങളായ ആളുകൾക്കും ഈ ബലിയുടെ മാംസം നമുക്ക് നൽകാവുന്നതാണ്. എന്നാൽ പശുവിനെയും കാളയെയും പോത്തിനെയും ഒക്കെ അറക്കുന്നത് തെറ്റാണെന്ന് വിചാരിക്കുന്ന, അല്ലെങ്കിൽ അവയെ ആരാധിക്കുന്ന, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ശത്രുക്കളായിട്ടുള്ള ആളുകൾക്ക് നമ്മൾ നൽകേണ്ടതില്ല.
എന്നാൽ നമ്മെ വീട്ടിൽ നിന്ന് പുറത്താക്കാത്ത ഖുർആനിൽ പറഞ്ഞത് ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീൻ, ഇതിന്റെ വിഷയത്തിൽ നിങ്ങളോട് തർക്കിക്കാത്ത, യുദ്ധം ചെയ്യാത്ത, നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാത്ത ആളുകൾക്ക് നിങ്ങൾ പുണ്യം ചെയ്യണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ഇനി വരുന്ന ദിവസങ്ങൾ അത് വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണെന്ന് മനസ്സിലാക്കി പ്രാർത്ഥനകളും ദിക്റുകളും ഒക്കെ വർദ്ധിപ്പിക്കുക. നോമ്പോടുകൂടി നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ, അറഫാ ദിവസങ്ങളിലും മറ്റും നമ്മൾ പ്രവേശിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ പള്ളിയിൽ 7:15 പെരുന്നാൾ നിസ്കാരം. എല്ലാവരും കുടുംബസമേതം എത്തുക. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ സകല തെറ്റുകളും കുറ്റങ്ങളും അല്ലാഹു നമുക്കെല്ലാം പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. രോഗികൾക്ക് അല്ലാഹു തആല സമ്പൂർണമായ ശിഫാഇനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ ശാരീരികവും സാമ്പത്തികവും കുടുംബപരവും സന്താനങ്ങളെ കൊണ്ടുമൊക്കെ പല നിലക്കുമുള്ള പ്രയാസങ്ങൾ സഹിക്കുന്നുണ്ടെന്നുള്ള പ്രയാസങ്ങളെല്ലാം ദൂരീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പുണ്യമാക്കപ്പെട്ട ദിവസങ്ങളിലും പ്രയാസമനുഭവിക്കുന്ന ഫലസ്തീനിലെ നമ്മുടെ സഹോദരങ്ങൾക്ക് അല്ലാഹു തആല എല്ലാ അർത്ഥത്തിലുമുള്ള സഹായങ്ങളും പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين، وأذل الشرك والمشركين، وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على محمد وعلى آل محمد والحمد لله رب العالمين.